തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷേ കൊത്തിവലിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരാൾ ആക്രമിക്കപ്പെടുമ്പോൾ അതിലെ ശരി തെറ്റുകൾ പുറത്തു വരുന്നതുവരെയെങ്കിലും ഒരാളെ വെറുതെ വിടണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രം കഴുകന്മാർ ഒരാളെ ഇങ്ങനെ വേട്ടയാടുമ്പോൾ അയാൾ എല്ലാ പ്രതിരോധവും തീർക്കുന്നത് സ്വാഭാവികം. പറഞ്ഞു വരുന്നത്, രാഹുൽ മാങ്കൂട്ടം MLA തെളിവുകൾ നിരത്തി വീണ്ടും തകർത്താടുകയാണ്. മനുഷ്യനു പറ്റിയ തെറ്റുകൾ തിരുത്താൻ തയ്യാറായാൽ അവരെ സംരക്ഷിക്കണം എന്നുള്ളത് പോലും മറന്നു വേണ്ടപ്പെട്ടവർ പോലും കൈയൊഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ തന്നെയാണ് മാങ്കൂട്ടം MLAയുടെ തീരുമാനം. അതിന് അദ്ദേഹം യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് മാങ്കൂട്ടം MLA പരാതിക്കാരിക്കെതിരെ ഇപ്പോൾ കൂടുതൽ തെളിവുകളുമായി കോടതിയിലെത്തിയിരിക്കുകയാണ്. തന്നെ പിടിച്ചകത്തിടാൻ കേരളത്തിൻ്റെ പോലീസ് മുഴുവനും തലങ്ങും വിലുങ്ങും ഓടുമ്പോൾ തന്നെ ഇന്ന് 3 തെളിവുകൾ കൂടിയാണ് മുദ്രവെച്ച കവറിൽ മാങ്കൂട്ടം MLA കോടതിയിൽ സമർപ്പിച്ചത്. ഫോട്ടോകൾ, വാട്സാപ്പ് ചാറ്റുകളുടെ ഹാഷ് വാല്യൂ സർട്ടിഫിക്കറ്റ്, ഫോൺ സംഭാഷണങ്ങളുടെ റെക്കോർഡ് എന്നിവയാണ് സമർപ്പിച്ചിരിക്കുന്നത്. പെൻഡ്രൈവിൽ ഹാജരാക്കിയ ഡിജിറ്റൽ തെളിവുകളുടെ ഹാഷ് വാല്യൂ സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കിയത്. തെളിവുകൾ ആധികാരികമാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനാണ് ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം സമർപ്പിച്ചത്. ഇങ്ങനെ തന്നെ പൂട്ടാൻ വേണ്ടി മുഖ്യമന്ത്രി നേരിട്ട് നടത്തുന്ന ഓപ്പറേഷനെയും സ്വന്തം പാർട്ടി നേതാക്കൾ നടത്തുന്ന ഒറ്റുകൊടുക്കലിൻ്റെയും ഇടയിൽ കൂടെ ശക്തമായ ചെറുത്തുനിൽപ്പ് തന്നെയാണ് മാങ്കൂട്ടം MLA കഴുകന്മാരുടെ കണ്ണ് വെട്ടിച്ച് കടക്കുകയും ചെയ്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് വിട്ടത് അതിവിദഗ്ധമായിട്ടാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഫ്ളാറ്റിൽ നിന്നിറങ്ങിയത് മുതൽ CCTV ഇല്ലാത്ത റോഡുകൾ ഒഴിവാക്കിയായിരുന്നു യാത്ര. അതായത് പോലീസിനെ ഒരു ആശയക്കുഴപ്പത്തിലാക്കാൻ കാർ മാത്രമായി പല വഴിക്ക് സഞ്ചരിച്ചു. അതിൽ മാങ്കൂട്ടം ഉണ്ടായിരുന്നില്ല എന്നാണ് തെളിയുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയ CCTV പരിശോധനയിൽ രാഹുലിന്റെ റൂട്ടും അവ്യക്തമാണ്. ഇന്നും CCTV കേന്ദ്രീകരിച്ച് പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന് അഭിമാനമായ പോലീസ് സംഘം. രാഹുലിനെ കണ്ടെത്താൻ ഓരോ ജില്ലകളിലും പോലീസ് സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ 14 സംഘങ്ങൾ തലങ്ങും വിലങ്ങും ജില്ലകളിൽ ഓടുകയാണ്. കേസിൽ രാഹുൽ മാങ്കൂട്ടം നൽകിയ ജാമ്യാപേക്ഷ ബുധനാഴ്ച, അതായത് മറ്റന്നാൾ കോടതി പരിഗണിക്കുന്നത് വരെ രാഹുലിനെ രക്ഷിക്കാൻ രാഹുൽ മാത്രമാണുള്ളത്. ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുമ്പോൾ അറസ്റ്റിന് ഒരു തടസ്സവുമില്ല എന്ന് പോലീസിന് ലഭിച്ച നിയമോപദേശം ഉണ്ട് എന്നിരിക്കെ പിടിച്ചകത്തിടാൻ 60,000 പോലീസുകാരും കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ. അതിനിടയിലാണ് യുദ്ധമെല്ലാം മാങ്കൂട്ടം ഒറ്റയ്ക്ക് നടത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് രാഹുലിനെ പിടികൂടാനുള്ള പോലീസിന്റെ ഊർജിത നീക്കം ഇതുവരെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേസ് അന്വേഷണത്തിനായി തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ കീഴിൽ പ്രത്യേക സംഘങ്ങൾ വേറെയുമുണ്ട്. ഇതിനു പുറമെ ഓരോ ജില്ലകളിലും രാഹുലിനെ കണ്ടെത്താനായി ഓരോ സംഘങ്ങളെയും ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ നിയോഗിച്ചിരിക്കുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGP വെങ്കടേഷാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത്, നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുപ്രകാരമാണ് ഓരോ ജില്ലയിലെയും പരിശോധന നടക്കുന്നത്. രാഹുലിന്റെ സുഹൃത്തുക്കളുടെ വീടുകളിൽ ഉൾപ്പെടെ പരിശോധന നടന്നിരിക്കുന്നു. രാഹുലുമായി ബന്ധമുള്ളവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. ഇനി വെറും 36 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. ഓപ്പറേഷൻ രാഹുൽ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിന്റെ പോലീസ് ഉള്ളത്. വിജയിച്ചില്ല എങ്കിൽ ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയൻ രാജിവെക്കുമോ എന്ന ചോദ്യം ഇനി വരാനിരിക്കുന്നതേയുള്ളൂ.